ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാവേ. അപ്പം അതിനായിട്ട് കുറച്ച് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് എരിവുള്ള മുളക് പൊടി കുറച്ച്. ശകലം ചിക്കൻ മസാലപ്പൊടി. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ അടുപ്പേ വെച്ച് കഴിഞ്ഞപ്പോഴാണ് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാൻ മറന്നുപോയി. ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതേലൊരു ശകലം ചേർത്തേച്ച് ഇനി ഇളക്കാം. അടുപ്പേ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇളക്കാൻ തുടങ്ങിയായിരുന്നു. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി 3-4 അല്ലി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ ചിക്കനകത്ത് ഇട്ടാണ്, അതുകൊണ്ട് കുറച്ച് ഇതിലും കൂടി ഇടാം നമുക്ക്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ചിക്കനെ ഫ്രൈ ആക്കുമ്പോൾ ഇതേപോലെ ചിക്കൻ വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ മസാലകളെല്ലാം ചേർത്ത് ചിക്കൻ ഒന്ന് വേവിച്ച് വെക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കുമ്പോൾ കുറേ എണ്ണ വേണം, ഓയിലിയാവും. ഇതാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയാനും നന്നായിട്ട് ചിക്കൻ വെന്തും കിട്ടും. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കരിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുരുമുളകും കൂടി നമുക്കിടാവേ. ഇച്ചിരി സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ചിക്കൻ വറുത്തത് നല്ലത്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചെറുതായിട്ടൊന്ന് മൊരിയാണ്. ഇത്തിരി വലുതായിട്ട് നമ്മൾ ആ എണ്ണ വറുത്തിടുന്ന, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടിയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കാരണം എണ്ണ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എണ്ണയുണ്ട് താനും. എല്ലാം ഒന്ന് വെന്ത് വന്നായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മൊരിയട്ടെ. ഞാൻ വേണ്ടിയിട്ട് ഞാനിന്ന് അപ്പവും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് അപ്പവും ചിക്കനുമാണ്. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. അപ്പം അപ്പവും ചിക്കനും റെഡി ആയിട്ടുണ്ട്.